പ്രിയമുള്ളവരെ, മെയ് 1 ആഗോളതലത്തിൽ മെയ് ദിനമായി ആചരിക്കുകയാണ്. ഈ മെയ് ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ഏവർക്കും അവകാശപ്പെട്ട ഒരു നന്മയാണ് തൊഴിൽ. അത് ലഭിക്കുക എന്നത് മനുഷ്യൻ്റെ മൗലികാവകാശവും നീതിയും പൊതുനന്മയും ലക്ഷ്യം വയ്ക്കുന്ന ഓരോ സാമ്പത്തിക വ്യവസ്ഥിതിയിലും സർവർക്കും തൊഴിൽ പ്രാപ്യമാക്കുക എന്നത് അലംഘനീയമായ കടമയും ലക്ഷ്യവുമാവുന്നു. ഒരു കുടുംബം രൂപപ്പെടുത്താനും അതിനെ സംരക്ഷിക്കാനും സ്വത്ത് അവകാശപ്പെടുത്താനും മാനവ സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്കായി സംഭാവന ചെയ്യാനും തൊഴിൽ ആവശ്യമാണ്. തൊഴിലിനെക്കുറിച്ച് സഭയുടെ കാഴ്ചപ്പാടുകൾ മനുഷ്യ പ്രയത്നം ലബോറം എക്സച്ചൻസ് എന്ന ശാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശദീകരിക്കുന്നുണ്ട്. തൊഴിലിന് വസ്തുനിഷ്ഠവും കർത്തൃനിഷ്ഠവുമായ രണ്ട് മാനങ്ങളുണ്ട്. വസ്തുനിഷ്ഠമായ അർത്ഥത്തിൽ ഉൽപാദന പ്രക്രിയയിലെ മനുഷ്യപ്രവർത്തനങ്ങളുടെയും വിഭവങ്ങൾ, ഉപകരണങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവയുടെ ആകെ തുകയാണ് തൊഴിൽ. എന്ത് ജോലി ചെയ്യുന്നു, തൊഴിലിൻ്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം എന്നിവയ്ക്കാണ് വസ്തുനിഷ്ഠമാനം പ്രാധാന്യം നൽകുന്നത്. കർത്തൃനിഷ്ഠമാനമാകട്ടെ തൊഴിലാളികളുടെ മനുഷ്യ അന്തസ്സിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്ത് ജോലി ചെയ്യുന്നു എന്നതിനല്ല, ജോലി ചെയ്യുന്നത് മനുഷ്യ വ്യക്തിയാണെന്ന വസ്തുതയാണ് തൊഴിലിൻ്റെ യഥാർത്ഥ മൂല്യം നിർണ്ണയിക്കാനുള്ള അളവുകോൽ. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഭൂമിയെ കീഴടക്കാനും ആധിപത്യം നേടാനും ശ്രമിക്കുന്നവനാണ്. ആസൂത്രിതമായി പ്രവർത്തിക്കാനും യുക്തിപൂർവമായി പ്രതികരിക്കാനും പ്രാപ്തനുമായ മനുഷ്യൻ ആത്മസാക്ഷാത്കാരത്തിനായി ആവേശപൂർവ്വം യത്നിക്കുന്നു. അതിനാൽ തൊഴിലിലേർപ്പെടുന്ന വ്യക്തി തൊഴിലിൻ്റെ കർത്താവ് തന്നെയാണ്. തൊഴിലിൻ്റെ കർത്തൃനിഷ്ഠമാനം വസ്തുനിഷ്ഠമാനത്തേക്കാൾ ഉയർന്നു നിൽക്കണം. തൊഴിലിൻ്റെ മേന്മയും പരമമായ മൂല്യവും നിശ്ചയിക്കുന്നത് തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്ന മാനം നിരാകരിക്കപ്പെടുമ്പോൾ തൊഴിലിന് അതിൻ്റെ ദീപ്തവും യഥാർത്ഥവുമായ അർത്ഥം നഷ്ടമാകുന്നു. ഫലമായി തൊഴിലും സാങ്കേതികവിദ്യയും തൊഴിൽ ചെയ്യുന്ന വ്യക്തിയേക്കാൾ പ്രാധാന്യം നേടുന്നു. തൊഴിലാളി ഉൽപ്പാദനത്തിൻ്റെ വെറും ഉപകരണമായി മാറുകയാണ്. ഭൗതിക മൂല്യം മാത്രമുള്ള തൊഴിൽ ഘടകമായി പരിഗണിക്കപ്പെടുന്ന സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഏതൊരു രൂപവും തൊഴിലിൻ്റെ ശ്രേഷ്ഠവും മൗലികവുമായ മഹത്വത്തെ നഷ്ടപ്പെടുത്തും. തൊഴിലിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വസ്തുനിഷ്ഠമായ മാനം അവഗണിക്കാനാവില്ലെങ്കിലും തൊഴിൽ അതിൻ്റെ വസ്തുനിഷ്ഠതയിൽ നിന്നും സ്വതന്ത്രമായി അത് നിർവഹിക്കുന്ന വ്യക്തിയെ ലക്ഷ്യം വയ്ക്കുന്നതാവണമെന്ന് സഭാപ്രബോധനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. തൊഴിലിൻ്റെ ഗുണമേന്മ വ്യക്തിയുടെ ആത്മസാക്ഷാത്കാരത്തിന് വിധേയമാകണം. തൊഴിലിന് ഒരു ആന്തരിക സാമൂഹ്യ മാനം കൂടിയുണ്ട്. ഇത് ഗൗരവമായി പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ തൊഴിലിനെ ശരിയായി വിലയിരുത്തുക അസാധ്യമാണ്. യഥാർത്ഥത്തിൽ സാമൂഹികവും സുസംഘടിതവുമായ ഒരു സമൂഹമില്ലെങ്കിൽ മനുഷ്യൻ്റെ ഉൽപാദന ശ്രമങ്ങൾ വൃഥാവിലാകുന്നു. സമൂഹം ഏർപ്പെടുന്ന വിവിധ തൊഴിലുകൾ പരസ്പര പൂരകവും പാരസ്പര്യത്തിൽ ആശ്രയിക്കുന്നതും സഹകരിക്കുന്നതുമാവണം. തൊഴിൽ നിർവഹിക്കുന്ന വ്യക്തിയും തൊഴിലും ഭൗതിക വസ്തുക്കളും സമഗ്രതയിൽ രൂപപ്പെടുന്നില്ലെങ്കിൽ തൊഴിലിൻ്റെ യഥാർത്ഥ ഫലം നഷ്ടമാവുന്നു. അതിനാൽ തൊഴിലിൻ്റെ സാമൂഹികവും വൈയക്തികവുമായ സ്വഭാവം നിരാകരിക്കപ്പെടുമ്പോൾ തന്നെ തൊഴിലിനെ നീതിപൂർവ്വം വിലയിരുത്തി നീതിയിൽ അധിഷ്ഠിതമായ പ്രതിഫലം നിശ്ചയിക്കാനാവാതെ വരുന്നു. ഒരു ജനവിഭാഗത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനമാണ് ആ ജനവിഭാഗത്തിൻ്റെ ഭൗതിക ജീവിത നിലവാരം നിശ്ചയിക്കുന്ന ഏറ്റവും അടിസ്ഥാന ഘടകം. ഒരു വ്യക്തി ഏർപ്പെടുന്ന തൊഴിലാണ് അയാളുടെ സാമ്പത്തിക പ്രവർത്തനം. ഉദ്യോഗതലങ്ങളിൽ വളരെ പിന്നിൽ, അവകാശപ്പെട്ട സംവരണ തസ്തികകൾ പോലും നേടിയെടുക്കാൻ കഴിയുന്നില്ല. തൊഴിലിൻ്റെ അസംഘടിതാവസ്ഥ, വാസസ്ഥലത്തിൻ്റെ പരിമിതി, ചലനാത്മക കുറവ്, തൊഴിലുപകരണങ്ങളുടെ ഉടമസ്ഥത എന്നിവയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ പിന്നിൽ മഹാഭൂരിപക്ഷവും അസംഘടിത പരമ്പരാഗത തൊഴിലാളികൾ. കേരളത്തിൻ്റെ പൊതുവിൽ ഇന്ത്യയുടെ തൊഴിൽ മേഖല ദയനീയാവസ്ഥയിലാണ്. മഹാഭൂരിപക്ഷത്തിനും യാതൊരു വിധത്തിലുമുള്ള സുരക്ഷയോ സംരക്ഷണമോ ഇല്ല. 142 കോടി കവിഞ്ഞ ജനസംഖ്യയിലെ 60 കോടിയാണ് അധ്വാന ശക്തിയായി കണക്കാക്കിയിരിക്കുന്നത്. ഇവരിൽ 93% അസംഘടിതരായ തൊഴിലാളികളാണ്. അതായത് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പരിരക്ഷയോ സംരക്ഷണമോ ലഭ്യമാവാത്ത തൊഴിലാളികളാണ് അസംഘടിത തൊഴിലാളികൾ. 1991 ആരംഭിച്ച ആഗോളീകരണ പ്രക്രിയയുടെ പ്രത്യാഘാതവും ദുരന്തവും അനുഭവിക്കേണ്ടി വന്നവർ അതിവേഗം പാർശ്വവൽക്കരിക്കപ്പെടുന്ന അസംഘടിത തൊഴിലാളികളാണ്. ഉപഭോഗ ചിലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും വരവ് ആനുപാതികമായി വർദ്ധിക്കാത്തതും തൊഴിലാളികളുടെ നിത്യജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ഫലത്തിൽ ഭൂരിഭാഗം തൊഴിലാളികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ കടത്തിൻ്റെ കെണിയിലാകുന്നു. അസംഘടിതരായി നിലനിൽക്കുന്നതിനാൽ
നിയമനിർമ്മാണ നിർവഹണ സംവിധാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്തതിനാൽ മഹാഭൂരിപക്ഷം വരുന്ന ഈ വിഭാഗത്തിൻ്റെ ആവശ്യങ്ങളോ താൽപ്പര്യങ്ങളോ സംരക്ഷിക്കപ്പെടുന്ന വിധം നിയമനിർമ്മാണമോ നിർവഹണ നടപടികളോ ഉണ്ടാവുന്നില്ല. ഓരോ മനുഷ്യ വ്യക്തിയുടെയും സാമൂഹ്യ സുരക്ഷയും ക്ഷേമവും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. ഇത് പ്രത്യക്ഷമായും പരോക്ഷമായും ഉറപ്പാക്കുകയാണ് ഓരോ നിയമനിർമ്മാണത്തിലൂടെയും രാഷ്ട്രം ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സംവിധാനങ്ങൾ രൂപം നൽകിയ നിയമങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളികളിൽ 7% മാത്രമേ സുരക്ഷ പ്രദാനം ചെയ്യുന്നുള്ളൂ. ഔദാര്യമെന്ന വണ്ണം പ്രഖ്യാപിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന പദ്ധതികളാകട്ടെ തൊഴിലാളികളിൽ ഭൂരിപക്ഷത്തിന് അപ്രാപ്യമാവുന്നു. സർക്കാരിൻ്റെയും ഇതര ഏജൻസികളുടെയും വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മുഴുവൻ തൊഴിലാളികളെയും മാറ്റുകയെന്നത് ഏറെ ശ്രദ്ധ വയ്ക്കേണ്ട പ്രവർത്തനമാണ്. പുത്തൻ സാങ്കേതിക പരിജ്ഞാനവും ആധുനിക യന്ത്ര ഉപകരണങ്ങളും പുത്തൻ പ്രവണതകളും പരമ്പരാഗത തൊഴിൽ മേഖലകളെ മാറ്റിമറിക്കുകയാണ്. കാലോചിതമായ അറിവും പരിശീലനവും തൊഴിലാളികൾക്ക് ലഭ്യമാവേണ്ടതുണ്ട്. പുത്തൻ അറിവുകളും പരിശീലനവും തൊഴിലാളികൾക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ഇന്ന് വിരളമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ബോധവും സാങ്കേതികമായ പരിശീലനവും ലഭിച്ചവരുടെ എണ്ണം ഇന്ത്യയിലെ തൊഴിലാളികളിൽ 10% താഴെയാവുന്നു. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് വിവിധ പരിശീലന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതിൻ്റെ പ്രസക്തി. സമ്പന്നതയുടെയും ധാരാളിത്തത്തിൻ്റെയും ഈ യുഗത്തിൽ രൂപപ്പെടുന്ന തൊഴിൽ സംഘാടനം നീതിരഹിതവും തൊഴിലാളി വിരുദ്ധവുമാവുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തെ ആധാരമാക്കിയുള്ളതാണ്. രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥിതികളിൽ പരിരക്ഷിക്കപ്പെടും എന്ന പ്രത്യാശയിലാണ് സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ തൊഴിലാളികളുടെ അനിവാര്യമായും സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നീതിപൂർവമായ കൂലിക്കുള്ള അവകാശം, വിശ്രമത്തിനുള്ള അവകാശം, തൊഴിലാളികളുടെ ശാരീരികാരോഗ്യവും ധാർമ്മിക സമഗ്രതയും അതിലംഘിക്കാത്ത തൊഴിൽ സാഹചര്യങ്ങൾക്കും ഉൽപ്പാദന പ്രക്രിയയ്ക്കുമുള്ള അവകാശം, തൊഴിലിടങ്ങളിൽ മനസാക്ഷിയും വ്യക്തിമഹത്വവും ചോദ്യം ചെയ്യപ്പെടാതെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യങ്ങളിൽ അവരുടെയും കുടുംബങ്ങളുടെയും ജീവസന്ധാരണത്തിന് ആവശ്യമായ സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം, വാർദ്ധക്യം, രോഗം, ജോലിക്കിടയിലുണ്ടാകുന്ന അപകടം എന്നീ ഘട്ടങ്ങളിൽ ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതിനുള്ള അവകാശം, മാതൃത്വത്തോട് ബന്ധപ്പെട്ട സാമൂഹിക സുരക്ഷിതത്വത്തിനുള്ള അവകാശം, സമ്മേളിക്കാനും സംഘടനകൾ രൂപപ്പെടുത്താനുമുള്ള അവകാശം എന്നിവ അലംഘനീയമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഉയർത്തിപ്പിടിക്കുന്ന തൊഴിൽ സംസ്കാരം വ്യാപിപ്പിക്കുക എന്നത് അനിവാര്യമായ നമ്മുടെ കടമയാണ്. അധ്വാനം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണ്. മനുഷ്യൻ തൻ്റെ വ്യക്തിത്വവും അസ്തിത്വവും പ്രകടിപ്പിക്കുന്നത് അധ്വാനത്തിലൂടെയാണ്. അധ്വാനം വേദന ഉളവാക്കുന്നുവെങ്കിലും സന്തോഷം പകരുന്ന പ്രവൃത്തിയായി തീരുമ്പോഴാണ് അധ്വാനം അനായാസമാകുന്നത്. മനുഷ്യർ തങ്ങളുടെ അധ്വാനത്തിലൂടെ തങ്ങളുടെ പരിസരത്തെ കൂടുതൽ സുന്ദരമായ വാസസ്ഥലമാക്കുന്നു. എന്നാൽ ഇന്ന് അധ്വാനിക്കാതെ സർവ്വതും സ്വന്തമാക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ നാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു. തൊഴിലിനെയും തൊഴിൽ ചെയ്യുന്ന മനുഷ്യരെയും സമാദരിക്കാൻ നമുക്ക് കഴിയണം. ഈ മെയ് ദിനത്തിൽ തൊഴിലാളിയുടെ മനുഷ്യ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ മെയ് ദിന ആശംസകൾ നേരുന്നു. അഭിവാദനങ്ങളോടെ.